നമസ്കാരം. വിരാടം വിനോദമാണ്. ഇത് വിനോദും. ഈ കാണുന്നത് ഗാന്ധി സ്മൃതി മണ്ഡപമാണ്. കന്യാകുമാരിയിലെ ഗാന്ധി സ്മൃതി മണ്ഡപം. ഇപ്പോൾ രാവിലെ 6 മണിക്ക് നമുക്ക് കന്യാകുമാരിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഈ ദൂരെ കാണുന്നതാണ് വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും. ഇത് സൺറൈസ് പോയിന്റിൽ ഇരിക്കുന്നതിന് മുമ്പ് നമുക്ക് സൈഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ മായമ്മൻ കോവിൽ കാണാം. ഇത് പരശുരാമൻ സ്ഥാപിച്ച വിനായക ക്ഷേത്രം കാണാം. ഇതിലൊന്നും കൂടാതെ അല്പം കൂടി ഒരു 10 മീറ്ററൂടെ നടന്നു കഴിഞ്ഞാൽ ശ്രീ കന്യാകുമാരി അമ്മൻ ക്ഷേത്രം കാണാം. തിരിഞ്ഞ് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് കണ്ടുകൊണ്ടിരിക്കാം. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ആ ദൂരെ കാണുന്നതാണ് വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും. ആർച്ച് പോലെ കാണുന്നത് അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജുമാണ്. ഇവിടെ ചുറ്റിനും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. കച്ചവടക്കാരെ കാണാൻ പറ്റും. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആംബിയൻസിലാണ് ഈ സൺറൈസ് നമ്മൾ കാണുന്നത്. സൺറൈസ് കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ആദിശങ്കര കോവിൽ കാണാം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കായിട്ട് നമുക്ക് സുനാമി പാർക്ക് കാണാം. പിന്നീട് നമ്മൾ വെളിയിൽ ഇറങ്ങി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അപ്പോഴേക്കും ഏതാണ്ട് ഒരു 8 മണിയൊക്കെ ആവും. ഇനി നമുക്ക് തിരുവള്ളുവർ പ്രതിമയിലേക്കും വിവേകാനന്ദ സ്മൃതി മണ്ഡപത്തിലേക്കും പോകേണ്ട സമയമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂവിലേക്ക് നമ്മൾ പോവാം. ക്യൂ ഇങ്ങനെയാണ്. വളരെ നീളത്തിലുള്ള ക്യൂ ആണ്. ഒരുപാട് ആൾക്കാർ, പല ദേശത്തു നിന്നും പല രാജ്യത്തു നിന്നുമുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന സമയത്താണ്ട് 1 കിലോമീറ്ററോളം നീളമുള്ള ക്യൂ ആയിരുന്നു. ഇതാണ് അങ്ങോട്ടേക്ക് കടക്കാനുള്ള ബോട്ട് ഫെറി. ആ ഫെറിയിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമുക്ക് 75 രൂപയാണ് ഫെറി ചാർജ്. കൊടുത്ത് നമുക്ക് വിവേകാനന്ദ പാറയിലേക്ക് എത്താം. വിവേകാനന്ദ പാറയിലെത്തുമ്പോൾ വിവേകാനന്ദ മെമ്മോറിയൽ കാണുന്നതിന് വേണ്ടിയിട്ടും ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു 30 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ വിവേകാനന്ദ മെമ്മോറിയൽ കണ്ട് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നമുക്ക് തിരുവള്ളുവർ പ്രതിമയിലേക്ക് പോവാം. ഇതൊരു വലിയ അനുഭവമാണ് കേട്ടോ. താഴെ ആർത്തിരമ്പുന്ന കടലിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. എഴുപത് മീറ്റർ നീളമുണ്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജിന്. ഈ കാണുന്നതാണ് തിരുവള്ളുവർ പ്രതിമ. 133 അടി ഉയരമുള്ള പ്രതിമയാണിത്. പ്രതിമ കണ്ട് തിരിച്ച് ബോട്ടിൽ നമ്മൾ ഇക്കരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അല്പം ഷോപ്പിംഗൊക്കെ നടത്തി അപ്പോഴേക്കും ഏതാണ്ട് ഉച്ച കഴിഞ്ഞിരിക്കും. ഉച്ചയായിരിക്കും. നമുക്ക് ലഞ്ചും ഒക്കെ കഴിച്ച് അല്പം ഷോപ്പിങ്ങും ഒക്കെ നടത്തി ബീച്ചിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് ഹൗസ് കാണാൻ പോവാം. ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ പോയില്ല. ഈ ദൂരെ ആ പൊക്കത്തിൽ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ് കണ്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഏതാണ്ട് 4 മണി 4:30 ആവും. ആ സമയത്ത് സൺസെറ്റ് പോയിന്റിലേക്ക് നമുക്ക് പോവാം. ഇത് ബീച്ചാണ്. ഫിഷിംഗ് ബോട്ടുകൾ ധാരാളമുണ്ട്. ഇതാണ് സൺസെറ്റ് പോയിൻ്റ്. സൺസെറ്റ് പോയിന്റിലേക്ക് നമുക്ക് ഓട്ടോയിൽ ഏതാണ്ട് 200 രൂപയൊക്കെ ചാർജ് വാങ്ങിക്കും. ടൗണിൽ നിന്നും 2-2.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. സൺസെറ്റ് പോയിന്റിൽ പോയി ബീച്ചിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴത്തേനും സന്ധ്യയാവും. അസ്തമയത്തിൻ്റെ സമയമാവും. അസ്തമയത്തിൻ്റെ സമയം
വേണമെങ്കിൽ നമുക്ക് ആ ടവറിൽ അവിടെ ഒരു വാച്ച് ടവറുണ്ട്, അവിടെ നിന്ന് കാണാം. ഞങ്ങൾ വാച്ച് ടവറിൽ നിന്നാണ് കണ്ടത്. റോഡിലൂടെ നടന്ന് അങ്ങനെ അസ്തമയം ആസ്വദിച്ച് നമുക്ക് കന്യാകുമാരിയോട് കാഴ്ചകളിൽ വിട പറയാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കാതിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി.